മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 42 വയസ്സുകാരനും 15 വയസ്സുകാരി. ഇന്ന് ഞാൻ അവരെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നോരോന്ന് അടിക്കടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒന്ന് മറവ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ പിന്നെ വേറൊന്ന്. നമ്മുടെ കേരളം ഈ വക കാര്യങ്ങളിൽ ടോപ്പായിക്കൊണ്ടിരിക്കുക. ടോപ്പിൽ തന്നെയാണ്. രാത്രിയിൽ അനുജത്തിയും ചേച്ചിയും കൂടി കിടന്നുറങ്ങുന്നു. എപ്പോഴോ അനിയത്തി ഉണർന്നപ്പോൾ ചേച്ചിയെ കാണാനില്ല. ചേച്ചിക്ക് പ്രായം 15. അപ്പോൾ അനിയത്തിക്കുട്ടി അച്ഛനെയും അമ്മേനെയും വിളിച്ചു. അവരെഴുന്നേറ്റ് വന്ന് നോക്കി കാണുന്നില്ല. പരിസരത്തൊക്കെ നോക്കി മിസ്സിങ് ആണ് എന്ന് മനസ്സിലായപ്പോൾ പോലീസിനെ വിവരം അറിയിച്ചു. അപ്പോൾ തന്നെ അറിയുന്ന തൊട്ടടുത്തുള്ള അയൽവാസിയായ 42 വയസ്സുകാരനും മിസ്സിങ് ആണ്. അപ്പോൾ രണ്ടാളും കൂടി എവിടേക്കെങ്കിലും ഓടിച്ചോടിയിട്ടുണ്ടാവും എന്ന ധാരണയിൽ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. മോളുടെ റിങ് ചെയ്ത് ഫസ്റ്റ്, പിന്നെ അത് സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ ആ ലൊക്കേഷൻ വെച്ചിട്ട് പോലീസ് അന്വേഷിച്ചു, കണ്ടു കിട്ടിയില്ല. ആ പരിസരത്തൊക്കെ നോക്കി കിട്ടിയില്ല. വീടിനോട് ചേർന്നിട്ട് വലിയൊരു കളിസ്ഥലമുണ്ട്. ഒരു 3-4 ഏക്കറൊക്കെ വെറും നിലമായിട്ട് കിടക്കുന്ന കുട്ടികളുടെ കളിസ്ഥലം. അതിന് ചുറ്റും നല്ല പെരുത്ത കാടാണ്. ഒരു 90 ഏക്കറോളം ഈ കാടുണ്ടെന്നാണ് പറയുന്നത്. ആ കാടിൻ്റെ ഏതാണ്ട് ഒരു പരിധി വരെയൊക്കെ പോലീസിൻ്റെ അന്വേഷണം എത്തി, കണ്ടു കിട്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാളും ഒരേ മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നു. ബോഡി ജീർണിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുക? കഷ്ടം. ഈ പഠനകാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഈ നല്ല രീതിയിലുള്ള ബോധവൽക്കരണമൊക്കെ കൊടുത്തിട്ടാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടിപ്പോൾ നമുക്ക് ആരും ഒരു നല്ല പാഠം പറഞ്ഞു തരാനില്ല. നമ്മുടെ കൂട്ടുകുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് കണ്ട് അതിനെ പിന്തുടർന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോരുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് തെറ്റുകുറ്റങ്ങളൊന്നും അന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്യുന്നില്ല എന്നുള്ള സത്യം. കാരണം അച്ഛൻ, അമ്മാവന്മാർ, വലിയച്ഛന്മാർ, കൊച്ചച്ഛന്മാർ, അവരുടെ ഭാര്യമാർ, പിന്നെ അവരുടെ മക്കൾ സമപ്രായക്കാരായിട്ടുണ്ടാവും. അവരുടെ കൂടെയൊക്കെ കളിക്കുക, ചിരിക്കുക. അപ്പോൾ നമുക്ക് വേറൊന്നും അന്നത്തെ കാലത്ത് അറിവില്ല. ഒക്കെ ഈ മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണം. അന്നത്തെ കാലത്തൊന്നും ഈ 15 വയസ്സായ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഇപ്പോൾ നോക്ക്, 42 വയസ്സായ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത്. 42 വയസ്സായ അല്ലെങ്കിൽ 50 വയസ്സായ ഒക്കെ ആളുകൾ ഇന്ന് വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവറാണെന്ന് പറയുന്നു. നിത്യം 2 നേരം കണ്ടപ്പോൾ പ്രണയം മൂട്ടിട്ടുണ്ടാവാം. എന്തായാലും അത് മരണത്തിൽ കൊണ്ടെത്തിച്ചു. ആ അച്ഛനും അമ്മയ്ക്കും മോളെ നഷ്ടപ്പെട്ടു. SSLC പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി. പറയാനുള്ളത് ഇത്ര മാത്രം. ഇതൊരു തുടർക്കഥയാവാതിരിക്കട്ടെ. കുട്ടികൾക്ക് അറിവ് കൂടുന്തോറും വിവേകം കുറഞ്ഞു വരുന്നു. എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കാനുള്ള ഒരു പക്വത കുട്ടികൾക്ക് എത്തിയിട്ടില്ല. എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. ഇനി മക്കളൊന്നും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം. പഠിക്കുന്ന കാലത്ത് പഠിക്കുക. വിവാഹപ്രായം എത്തുമ്പോൾ, ഇത് വെറും 15 വയസ്സായിട്ടുള്ളൂ. വിവാഹപ്രായം എത്തുമ്പോൾ ഒരു നല്ല ബന്ധം സ്വയം കണ്ടെത്തുമോ, അച്ഛനമ്മമാർ കണ്ടെത്തി തരുമൊക്കെ ചെയ്യും. ഈ കൊച്ചു പ്രായത്തിലെ അപ്പനാവാൻ പ്രായമുള്ള ഒരാളുടെ കൂടെയൊക്കെ പോവുക, അവസാനം മരക്കൊമ്പിൽ തീരുക. ആവർത്തിക്കാതിരിക്കട്ടെ മക്കളെ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. പഠിക്കുക, നല്ലൊരു നിലയിലെത്തുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ചെക്കൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളെ തേടിയെത്തും.